ദാരിദ്ര്യമുണ്ടാകുന്ന കാരണങ്ങൾ മുത്തുനബി 18 പഠിപ്പിച്ചിട്ടുണ്ട്. 18 കാരണം നമ്മൾ പൈസ ഇങ്ങനെ ചെലവാകുന്നത് എന്താ പുസ്തകം പൈസ ഒന്നും കാണാതെ 18 കാരണം ഉണ്ടായ പൈസ ഉണ്ടാവില്ല. അത് പൈസ ഉണ്ടാക്കാനുള്ള സംഗതിയാണ്. 3 സംഗതി ഞാൻ പറഞ്ഞുതരാം. ഒന്ന് വാപ്പാക്കും ഉമ്മാക്കും ദുആ ചെയ്യാത്ത മക്കളാണെങ്കിൽ ഇവർക്ക് ദാരിദ്ര്യമുണ്ടാവും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം ബാപ്പാക്കും ഉമ്മാക്കും ദ്വാരക്കൂല. എന്നും ബാപ്പാക്കും ഉമ്മാക്കും ദ്വാരക്കണം. മരിച്ച വാപ്പിയുമാണെങ്കിൽ മഗ്ഫിറത്തിന് ദ്വാരക്കണം, എവിടെങ്കിലൊക്കെ ദ്വാരപ്പിക്കും വേണം. മരിക്കാത്ത വാപ്പിയുമാണെങ്കിലോ അവരുടെ ആഫിയത്തിന് വേണ്ടി ദ്വാരക്കണം. ഒന്ന്. രണ്ടാമത്തെ കാരണം വാപ്പയുടെയും ഉമ്മയുടെയും പേര് വിളിക്കുന്ന ആളുകൾ. ഈ മോണിറ്റർ ഇത്ര സൗണ്ട് ഉണ്ടാവുള്ളൂ. അന്ന് തുറന്നു തന്നാലേ അവിടെ നിങ്ങൾക്ക് അറിയോ? അറിയില്ല, തുറക്കണം. വേഗം പോയി തുറക്കാം. ഇത് ഇങ്ങക്ക് ഇന്നാണ് പ്രസംഗിച്ച് നിങ്ങൾക്ക് ഇന്നേ സമാപനം ഉണ്ടാവും. നമുക്ക് ഇന്ന് സമാപനം. അതെ, ഇന്ന്. കാരണം ഇന്ന് ബർദിയാ നോക്കി അവിടെ ഉണ്ടോ, അല്ലെങ്കിൽ വേഗം നിർത്തും ഞാൻ ഈ സാധനം പെട്ടി. അപ്പോ രണ്ടാമത്തെ കാരണം എന്താണ്? വാപ്പയുടെയും ഉമ്മയുടെയും പേര് വിളിക്കുന്ന ആളുകൾ ഓർക്ക് ദാരിദ്ര്യം ഉണ്ടാവും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം ബാപ്പന്റെ ഉമ്മന്റെ പേരെങ്ങനെ വിളിക്കല്? മുഹമ്മദ്, ഫാത്തിമ വിളിച്ചാൽ മതി. പക്ഷെ നമ്മളെ മലപ്പുറം ജില്ലയിൽ ഒരു പ്രയോഗം ഉണ്ട്. അവിടെ തന്തപ്പൊടി, തള്ളപ്പൊടി, അല്ലെ? നമ്മളൊക്കെ പറഞ്ഞാണ്. നമ്മളിങ്ങനെ ഒരാൾ സംസാരിക്കുമ്പോൾ 9 മണിയായ മീൻ പിടിച്ചാനൊക്കെ പോരാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ കൂടെ ഇപ്പൊ രാത്രി മീൻ പിടിച്ചാൽ വന്ന രാത്രി 9 മണി കഴിഞ്ഞാൽ എന്ത് ചെയ്യൂല? തന്തപ്പൊടിക്ക് അത് ഇഷ്ടമല്ല. മൂപ്പര് ഇങ്ങനെ ഗീറ് പറഞ്ഞുകൊണ്ട് പോകും. തള്ളപ്പൊടിയാണെങ്കിൽ വാതിൽ തുറന്നു തരില്ല. പെണ്ണുങ്ങളാണെങ്കിൽ ഉറങ്ങിയ മാതിരി കടക്കും ചെയ്യും. കാരണം രണ്ടാളി മസാല അനുസരിച്ച് സംയുക്തമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വാപ്പന്റെയും ഉമ്മന്റെയും പേര് മാറ്റി വിളിച്ചാൽ അവർക്ക് ദാരിദ്ര്യം ഉണ്ടാവും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2. മൂന്നാമത്തെ കാരണം, വാപ്പയും ഉമ്മയുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ കാരണം, സുബ്ഹാനല്ലാഹ്, വാപ്പയുടെയും ഉമ്മയുടെയും മുമ്പിൽ നടക്കുന്ന ആളുകൾ അവർക്കും ദാരിദ്ര്യം ഉണ്ടാവും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം വാപ്പന്റെ ഉമ്മയുടെ മുമ്പ് നടക്കുക. ഇപ്പൊ കാറിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നാളെ പെരുന്നാളാണ്. നാളെ പെരുന്നാളിന് പല സ്ഥലത്തേക്കും ടൂർ പോകാനുണ്ടാവും, ഇല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകുന്നുണ്ടാവും. അപ്പൊ നമ്മൾ പെണ്ണുങ്ങളെ മുമ്പിലിരുത്തും, ഇമ്മനെ ബാക്കിലിരുത്തും. സുബ്ഹാനല്ലാഹ്, ദാരിദ്ര്യം ഉണ്ടായി. അപ്പൊ അമ്മ പറയും, ഞാൻ പറയുന്നോളെ എനിക്ക് വെറ്റിലെന്ന് തുപ്പാൻ ഇവിടെ ഇഷ്ടം. അത് അമ്മ വെറുതെ പറയാം. ഇമ്മന്റെ മനസ്സിലെന്തേ കാരണം 9 മാസം 9 ദിവസം ഗർഭം ചുമന്ന് മരണത്തിന്റെ പകുതി വേദന അനുഭവിച്ച് പ്രസവിച്ച് ഈ 22 വയസ്സ് വരെ ഈ ഹമക്കിനെ പോറ്റി വളർത്തിയിട്ട് ഇപ്പൊ ഞാൻ ബാക്കിൽ ഓള് മുമ്പിൽ. ഇതാണ് ഓലെ മേച്ചർ. ഇത് ഇങ്ങളെ പറ്റി നിങ്ങളമ്മാര് ചൊവ്വാഴ്ച നമുക്ക് ചികിത്സക്ക് വരുമ്പോൾ പറയണാണ്. അതാ പറഞ്ഞേ, ഞാൻ ചൊവ്വാഴ്ച മാത്രമേ ഇരിക്കലുള്ളൂ. നമുക്ക് ഒരു ചൊവ്വാഴ്ചത്തെ ചികിത്സക്ക് ഇരുന്നാൽ പിന്നെ 2 ആഴ്ച വേദന അറിയണ്ടാവും. 2 ആഴ്ച പിന്നെ മേറ്ററൊന്നും പോകേണ്ട ആവശ്യമില്ലേ. അത് നിങ്ങളെ പറ്റി പറയാം. നിങ്ങൾ കരുതുന്നത് ഉമ്മ വെറുതെ പറയണമ്മ. അതുകൊണ്ട് ഇമ്മാനൊക്കെ കൂട്ടിയിട്ട് താമരശ്ശേരി ചുരത്തുമ്പോ പോയിട്ട് ഒരു സെൽഫി ഒക്കെ എടുത്തിട്ട് ഇമ്മാണ്ട് വിട്ടുകൊടുക്കാൻ 4 ആഴ്ച. ഇത് ഞാനും എന്റെ അമ്മയാണ് കേട്ടോ. അപ്പൊ റെഡി. അതുപോലെ പ്രായം ചെന്ന ആളുകൾ കുറെ ഉണ്ട് ഇവിടെ. നിങ്ങളൊക്കെ പെണ്ണുങ്ങളെ കൂട്ടിയിട്ട് ഒരു പല്ലൊക്കെ പോയ താത്തയായാലും മടിയില്ല, ഫോട്ടോ കടി ചൂണ്ടൊക്കെ ഒന്ന് മുറുക്കി പിടിച്ച് ആ പല്ലൊന്ന് കടന്നിട്ട് എപ്പോഴും കുൽമാലൂടുന്ന മക്കളുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് ഫോർവേഡ് ചെയ്യും. നിങ്ങളുള്ള നേരത്ത് കച്ചറോടി ഇറങ്ങോളി. ഞങ്ങൾ മാസം അപ്പോഴും ബെൽസാണ് അറിയാം. അപ്പൊ ബെല്ലിങ്ങൾക്ക് ബാപ്പാക്ക് 80 വയസ്സും ഉമ്മാക്ക് 70 ഓരിപ്പോഴും സെൽഫി എടുക്കാം. നമ്മൾ ഉൾക്കടി നോക്കി കയറിയാ വണ്ടി അടാ. അപ്പൊ റെഡിയാവും. അവർ ദഅവത്താണ്. നിങ്ങളവിടെ മസിൽ പിടിച്ച് ഇങ്ങനെ നിൽക്കണ്ട. അപ്പൊ റെഡി എല്ലാ സംഗതികളും. അപ്പം നമ്മൾ ആ വാപ്പന്റെയും ഉമ്മന്റെയും മുമ്പിൽ നടന്നാൽ ദാരിദ്ര്യം ഉണ്ടാവും. 3 ഇനി പറയേണ്ട വെച്ചാൽ നേരം പോവുകയാണ്. പക്ഷെ അതൊന്നുകൂടി പറഞ്ഞുതരാം. കസറത്തുന്നവും അധികരിച്ചുറങ്ങുന്ന ആളുകൾ. എപ്പോഴും ഉറങ്ങാൻ പണി. എന്താ പണി? ഉറങ്ങാൻ. നാളെ ഒരു കാക്ക നമ്മളപ്പം പോന്നിന് ബഗ്ദാദിക്ക്, ഈജിപ്ത് പോന്നി. ഈജിപ്ത് അയാൾ ദ്വാരക്കാൻ പറഞ്ഞു, ഉസ്താദ് എനിക്ക് പണിയൊന്നുമില്ല, ഇവിടെ വയനാട് ഭാഗത്തൊരു കട ഉണ്ട്, ആ കട ഞാൻ അങ്ങനെ തുറക്കാനൊന്നും പോലില്ല, അപ്പൊ നിങ്ങൾ ദ്വാരക്കണം, എനിക്ക് വേണ്ടിയാണ്. അപ്പൊ ഇതിനെത്തങ്ങൾക്ക് പണി വെച്ചു. പണിയൊന്നുമില്ല. അങ്ങനെ രാവിലെ വാസിദിനെ അറിയാളെ, അതുകൊണ്ട് മുണ്ടണ്ട പേര്. അങ്ങനെ സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഇയാൾ പറഞ്ഞു, ഞാൻ രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ് പിന്നെ ഉറങ്ങൂല. കാരണം സുബഹി നിസ്കരിച്ച് ഉറങ്ങാൻ പാടില്ലല്ലോ, ഉറങ്ങൂല. ഞാൻ സൂര്യ ഉദിച്ചതിന് ശേഷം ഞാൻ ഉറങ്ങുള്ളൂ. എന്നിട്ട് 9 മണി വരെ ഉറങ്ങുന്ന. എന്നിട്ടോ ചായയൊക്കെ കുടിച്ചും റാഹത്തായി പിന്നെ തോണി പിന്നെ ഉറങ്ങും. സമയം നല്ല മനുഷ്യയാണ്. അങ്ങനെ ഉച്ച വരെ ഉറങ്ങിയിട്ട് പിന്നെ എന്ത് ചെയ്യും? ഉച്ചയ്ക്ക് മൂപ്പര് എണീറ്റ് തുണി കുപ്പായൊക്കെ മാറ്റി കുളിച്ച് നല്ല നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഭാര്യ മൂപ്പരും കൂടി സംയുക്തമായിട്ട് ഉറങ്ങും. പിന്നെ ഉറങ്ങും. ഞാൻ ഉറങ്ങാതെ ഇങ്ങനെ അസർ വരെ ഇയാൾ പിന്നെ ഉറങ്ങും. അസറിന്റെ ഉറങ്ങൂല, ഭ്രാന്തനാവും. അതുകൊണ്ട് അസറിന്റെ ഉറങ്ങൂല. മഗ്‌രിബിന്റെ ഇയാൾ ഉറങ്ങൂല. ശൈത്താൻ നല്ലോണ്ടാണ് നമ്മെ മഗ്‌രിബിന്റെ അപ്പോൾ ഉറങ്ങും. നല്ല മനുഷ്യനാ. ഇശ കഴിഞ്ഞ് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് സുബ്ഹാനല്ലാഹ് നല്ല റാഹത്തോടെ മൂപ്പര് ഹദ്ദാദൊക്കെ ചൊല്ലി രാത്രി പിന്നെ മൂപ്പര് ഉറങ്ങും. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഉറക്കം വരും? ഉറങ്ങാതെ ഉസ്താദ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉറക്കം വരാത്ത ആളുകൾ മൂപ്പര് നിജാത്ത് വാങ്ങിയാൽ മതി, അല്ലെങ്കിൽ തീരെ ഉറക്കുളി വിളിക്കുന്ന ആളുകൾ വാങ്ങിയാൽ ഇയാൾ ഉറങ്ങും. അങ്ങനെ ഇയാള്. അപ്പൊ ഞാൻ ഇങ്ങനെ പിന്നെ പറഞ്ഞു, അപ്പൊ എനിക്ക് ആ കട ഒന്ന് വിറ്റ് പോകണം, പിന്നെ ഇവിടെ എന്തെങ്കിലും ചെയ്യാലോ. അങ്ങനെ ഞാൻ പറഞ്ഞു, അസ്മാൽ ബദർ നേർച്ചാക്കിക്കൂടെ. 2 ആഴ്ച കഴിഞ്ഞപ്പോ മുമ്പ് വിളിച്ച്, ഉസ്താദെ ആ കട വിറ്റാൻ, ഇനിയിപ്പോ ഞാൻ എന്താ കാട്ടുവെച്ച്. ഞാൻ പറഞ്ഞു, ഉറങ്ങനെ. അല്ല, ഇനിയിപ്പോ എന്താ കാര്യമായ പ്രശ്നമൊന്നുമില്ലല്ലോ, ഇനിയിപ്പോ അതിനെ പറ്റി ആലോചിക്കാനില്ല. അപ്പൊ കസ്റത്തുന്നൗം, അധികരിച്ച് ഉറങ്ങുന്ന ആളുകൾക്കും ദാരിദ്ര്യം ഉണ്ടാവും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ പൈസ ഉണ്ടാക്കാനുള്ള വേല, വെറുതെ മേപ്പെട്ടോക്കി പോകാൻ നിൽക്കണ്ട. കസ്റത്തും, അധികരിച്ച് ഉറങ്ങുന്ന ആളുകൾക്ക് ദാരിദ്ര്യം ഉണ്ടാവും. നിങ്ങളെ പറ്റി ചോദിച്ചൊക്കെ പെണ്ണുങ്ങളോട് ചോദിച്ചൊക്കെ എന്താ എന്റെ പുതിയാപ്പിളക്ക് പണി എന്ന് ചോദിച്ചാൽ പറയും, ഉറങ്ങനെ. ഇയാൾക്ക് ഒരു പണിയില്ല, ഉറങ്ങനെ. സുബ്ഹാനല്ലാഹ്. ഉണ്ടോ?
മാറാലാത്ത ചിലന്തി വലകൾ തട്ടാത്ത വീടുകൾ, അവിടെയും ദാരിദ്ര്യമുണ്ടാകും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിന്റെ മുമ്പ് ഒരു നനച്ചുള്ളി നിലക്ക് മാത്രമൊന്നല്ല ഉണ്ടാണ്ട്, ഇടക്കിടക്കേ തട്ടണം. അപ്പൊ ചിലന്തി വലകൾ തട്ടാത്ത വീടുകൾ, ബാത്റൂമുകൾ വൃത്തിയാക്കാത്ത വീടുകൾ, പരിസരങ്ങൾ വൃത്തിയാക്കാത്ത വീടുകൾ, ആ വീടുകളിലും ദാരിദ്ര്യമുണ്ടാകും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില വീടുകളിൽ ചെന്ന് നോക്കിയാൽ ബാത്റൂം കയറിയ മുടിന്റെ കെട്ടൊരു ഭാഗത്ത്, പിന്നെ ചെരുപ്പ് ഒന്ന് വാറ് പൊട്ടിയത് ഒന്ന് പൊട്ടാനുള്ളത് രണ്ടോടെ. അമ്മായിമ്മ കുടിരിക്കലിന് കൊടുന്നതാ, പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്, ഞാൻ എന്റെ വണ്ടി തന്നെ ഒരു ചെരുപ്പ് വെക്കല. കാരണം പല പേരിൽ നമ്മൾ കയറാനുള്ളത്. പൈസ കൂടുന്തോറും ആ പേരിലെ ബാത്റൂം വന്നാക്കൂല. പൈസ കൂടുന്തോറും വലിയ 2 കോടിന്റെ പേരിക്ക് പോയാൽ ചെരുപ്പ് വേഗം റെഡിയാക്കി വെക്കാം. കാരണം എന്താവില്ല, അവിടുത്തെ പെണ്ണ് 150 പവൻ സ്വർണ്ണം കൊടുന്ന പെണ്ണ ഓളുടെ ബാത്റൂം ഓടുക്കൂല. എല്ലാരെ പറ്റിയല്ലേ പറഞ്ഞ്, എന്നാൽ 95% അങ്ങനെ തന്നെ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ബാത്റൂം വൃത്തിയാക്കണം. മുടിക്കെട്ട്, സോപ്പിന്റെ ചെളുക്ക, അത് ഇത്, ഷാമ്പൂന്റെ ബോട്ടിൽ ഒന്ന് കഴിഞ്ഞത്, ഒന്ന് കയ്യാളുള്ളത്, ഒന്ന് പുതിയതൊക്കെ അവിടെ തന്നെ. എല്ലാ സംഗതി ബാത്റൂം നല്ല വൃത്തിയാണ്. അപ്പൊ വൃത്തിയില്ലാത്ത വീടുകൾ, അവിടെ ദാരിദ്ര്യമുണ്ടാകും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. എടാ അപ്പൊ നീ പറയണോ? അറൗണി പറയാം. ഇൻഷാ അല്ലാഹ് നിർത്താം. നിങ്ങൾ നീ ചോദിച്ചിട്ടാണ് ഞാൻ നിർത്തണേ. ഇൻഷാ അല്ലാഹ് എനിക്ക് മർക്കസ് പോകാനുണ്ട്. അപ്പൊ അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്. അപ്പൊ പിന്നെ ടൗണിലേക്ക് ആദ്യം എത്തുന്ന ആള്, ടൗണിക്ക് ആദ്യം ഓനെത്തും. ഫസ്റ്റ് ഓനെത്താ ടൗണിക്ക്, ഓന് ദാരിദ്ര്യമുണ്ടാകും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം ടൗണിൽ നിന്ന് അവസാനം പോരുന്ന ഒരാൾ, ഓനും ദാരിദ്ര്യമുണ്ടാകും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ടൗണിൽ നിന്ന് ലാസ്റ്റ് ആണ്. എല്ലാ ഷട്ടർ താത്തി ഒച്ച കേട്ടാലും ഉണ്ടാവും. ഫോർവേഡിന്റെ തിരക്കിലാണ്. ഫോർവേഡ് ഇങ്ങനെ ചെയ്യണം. അതിന്റെ തിരക്കിൽ കട മൊത്തം അടച്ചു പോയത് അറിഞ്ഞിട്ടില്ല. ലാസ്റ്റ് ഓനാ പോരുക. അങ്ങനത്തെ ആളുകൾക്കും ദാരിദ്ര്യം ഉണ്ടാവും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയൊക്കെ നമ്മൾ പരിപാടി കഴിഞ്ഞ് വരുമ്പോ ഇവരെ നമുക്ക് വയ്യ അറിഞ്ഞാലുണ്ടാകുക. രാത്രി കുത്തിരിക്കുന്ന ആളുകൾ ലേസം പെപ്സി കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വേണമെങ്കിൽ മുത്തിനൂർക്ക് ഉണ്ടാക്കി തരും. ലേസം പെപ്സി കുടിച്ചാൽ അല്ലാത്ത ആളുകൾ ഇപ്പൊ അബ്ബാസ് എത്രങ്ങാനും പോകുമ്പോൾ വിളിച്ചിട്ട് ഇവിടെ എത്തോളം. ഞാൻ പോയാ നിങ്ങൾ എവിടെ എത്തിന്ന് ചോദിച്ചോ? എവിടെ ചോദിച്ചോ? ഞാൻ അടുത്ത കൊല്ലം വന്നാ തരിക, അടുത്ത കൊല്ലം തരിക. അപ്പൊ എല്ലാ പരിപാടിക്കാരും അങ്ങനെ തന്നെ. എത്തോളം വിളിച്ചാൽ 100 ആളുണ്ടാവും. നമ്പർ ആരത്തുണ്ടാവും. തങ്ങളുസ്താ എവിടെത്തി, തങ്ങളുസ്താ എവിടെത്തി. പോകുമ്പോ ഇവിടെ നിന്ന് ഇറങ്ങിയ നിങ്ങൾ എവിടെ എത്തി, പെരിയിലെത്തിയോ എന്ത് ചോദിച്ചു. അപ്പൊ പിന്നെ നമുക്ക് ഈ പെപ്സി കുടിച്ചാൽ പോകുമ്പോൾ ഉണ്ടാകുക. അപ്പൊ നമുക്ക് അവരോട് ചെറിയ സ്നേഹമൊക്കെ ഉണ്ട്. എങ്ങനെ വർത്തമാനം പറഞ്ഞാൽ അപ്പൊ അവർക്ക് ദാരിദ്ര്യം ഉണ്ടാവും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ നിന്ന് അവസാനം എത്തുന്ന ഒരാൾ, അവനും ദാരിദ്ര്യമുണ്ടാകും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം